കഴിഞ്ഞ വ്ലോഗിൽ നമ്മൾ പിസ ടവറിൻ്റെ കാഴ്ചകളാണ് കണ്ടത്. പിസ ടവറിൻ്റെ താഴെ ഇരുന്ന് പിസയും കഴിച്ച് അവിടെ നിന്ന് നമ്മൾ ഫ്ലോറൻസിലേക്ക് പോയി. ഫ്ലോറൻസിലെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രിയായി നമ്മൾ എത്തിയത് റോമിലാണ്. റോമിലെ കേരളം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും വാങ്ങി നമ്മൾ ഡിന്നർ കഴിച്ച് കിടന്നു. ഇന്ന് രാവിലെ 9 മണിയായപ്പോൾ റോം ലക്ഷ്യമാക്കി ഞങ്ങൾ വണ്ടി ഓടിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. യെസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് റോമിലാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി റോമിൽ വന്നു. അപ്പോൾ ഞങ്ങൾ റോം കാണാൻ വേണ്ടിയിട്ടെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞത് മുടിഞ്ഞ ട്രാഫിക്. ഇപ്പോൾ റോമിനുള്ളിൽ കൂടെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 10 മണി. ഞങ്ങൾ എണീച്ചതിന് ലേറ്റായി. പക്ഷേ നമ്മൾ ഒരു 9 മണി 10 മണിയാകുമ്പോഴത്തേനും എത്തുന്ന രീതി തന്നെയാണ്. 10 മണിയാകുമ്പോഴത്തേനും ഗരാജിൽ എത്തും എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. സോ ട്രാഫിക്ക് ഇവിടുന്ന് കൂടി കഴിഞ്ഞാൽ 5 മിനിറ്റ് കൂടി അകലേ ഉള്ളൂ. നമ്മുടെ ഗരാജ് ഉണ്ട്, ഗരാജിൽ പാർക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഇന്ന് റോം മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. പറ്റുന്നത്ര എക്സ്പ്ലോർ ചെയ്യും. പിന്നെ കൊളോസിയൊക്കെ പോയി കാണും. അതിൻ്റെ ടിക്കറ്റ് ഞങ്ങൾ ഇന്ന് രാവിലെ എടുത്തത്. 4 മണിക്ക് അപ്പോയിൻമെൻറ്റ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് കാണാം. അത് കഴിഞ്ഞ് വൈകുന്നേരം നമുക്കൊരു ഈവനിങ് ടൂർ ഉണ്ട്. യെസ്, ഈവനിങ് ടൂർ ഉണ്ട്. അത് കഴിഞ്ഞ് നാളെ നമ്മൾ വത്തിക്കാൻ സിറ്റി പോകും. വത്തിക്കാനിലൊക്കെ കാണും. അത് കഴിഞ്ഞ് ബാക്കി ഇവിടുത്തെ എന്തെങ്കിലും കാണാൻ ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾ വത്തിക്കാൻ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് തിരിച്ചു ഇങ്ങോട്ട് വരും. അങ്ങനെ ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് ഇത് ഗരാജിൽ ഇട്ട് നടക്കുകയാണ്. ഇപ്പം ആദ്യത്തെ സ്പാനിഷ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് കണ്ട് നമ്മൾ അവസാനം കൊളോസിയത്തിലെത്തും. പിന്നെ വൈകുന്നേരം ഒരു ടൂറുണ്ട്, അതും കാണാം. അപ്പോൾ ദാ ജില്ലു 7 ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു ആപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പോയ ഡയറക്ഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ലിങ്കുണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഐറ്റിനറി എല്ലാം വരാം. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യാം. അപ്പോൾ വെബ്സൈറ്റ് ജിനോജില്ലു.com ജിനോജില്ലു.com എനിക്ക് തെറ്റിപ്പോയി. ജിനോജില്ലു.com പോയാൽ മതി. താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ നേരിട്ട് ഞാൻ ലിങ്ക് ഇട്ടേക്കാം. റോമിൽ വന്നതിൻ്റെയും ഞങ്ങൾ പോയതിൻ്റെ ഒക്കെ ഐറ്റിനറി ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് സ്ഥലമായ സ്പാനിഷ് സ്റ്റെപ്പിൻ്റെ ഇവിടെ വന്നു. ഇതൊരു സ്റ്റെപ്പാണ്. അപ്പോൾ ഈ സ്റ്റെപ്പിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ബട്ടർഫ്ലൈയുടെ രൂപത്തിലായിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റൈലിലുണ്ടായതുകൊണ്ട് ഇത് കുറച്ച് ഫേമസ് ആയത്. ഒരു പഴയ ക്ലാസിക് സ്റ്റൈലുണ്ടാക്കിയത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ഒബലസ്ക് ഉണ്ട്, ഈജിപ്ഷ്യൻ്റെ ഒരു ഒബലസ്ക്. ഇവിടെ നിങ്ങൾ വിശ്വസിക്കാൻ അറിയത്തില്ല, റോമിൽ പിരമിഡുണ്ട്. അപ്പം അത് നമ്മുടെ ഈജിപ്ഷ്യനിലെ പിരമിഡിൻ്റെ രീതിയിൽ തന്നെ അവർ ഉണ്ടാക്കിയെടുത്തതാണ്. ഈജിപ്ഷ്യനുമായിട്ട് അവർ ഭയങ്കര ഒബ്സസ്ഡായിട്ട് ഒരാൾ പിന്നെ അവരുടെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പിരമിഡ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ 2 ഒബ്ലസ്കും ഉണ്ട്. അതിൽ ഒരു ഒബ്ലസ്കാണ് ഇത്. അതിനകത്ത് മറ്റേ ഹൈറോഗ്ലിഫിക്സ് ഒക്കെ കൊത്തി വെച്ചിട്ടുമുണ്ട് അതിനകത്ത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ടൊന്ന് കാണാം. ഇത് സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ഡ്രോൺ ഷോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മിക്കവാറും ബട്ടർഫ്ലൈയുടെ എഫക്റ്റ് ചിലപ്പോൾ മിക്കവാറും കാണത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കണ്ടതിൽ. അല്ലെങ്കിൽ ഇതെങ്ങനെ അറിയുന്നത്? സോ ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്തി കഴിയുമ്പോൾ ചർച്ചാണ്, ചെറിയ ചർച്ച. പക്ഷെ അവിടെ വീഡിയോഗ്രാഫി അനുവദിക്കത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ഉള്ളിൽ കയറി നിങ്ങളെ കാണിച്ചിട്ട് കാര്യം ഞാൻ പുറത്തുനിന്ന് ഇത് കണ്ടിട്ടങ്ങ് പോന്നു. പക്ഷെ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. സോ ഈ മതിലിൻ്റെ അപ്പുറത്താണ് സ്റ്റെപ്സ്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് കൂടെ കറങ്ങി വന്ന് കാണാൻ പറ്റുമെന്ന് നോക്കുക. സ്ക്വയറുണ്ട്, ആ സ്ക്വയറിൻ്റെ അവിടെ ചെന്നാൽ കാണാം. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ നോക്കുക. ഇവിടെ ഒരു ബോർഡുണ്ട്, ടെമ്പിൾ യൂണിവേഴ്സിറ്റി. നമ്മുടെ ടെമ്പിൾ ഫിലാഡൽഫിയിലുള്ള ടെമ്പിളിൻ്റെ അതേ ഇത് തന്നെ, ലോഗോയും അത് തന്നെ. അപ്പം ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാനിപ്പോൾ അതിപ്പോൾ മനസ്സിലായത് ടെമ്പിൾ യൂണിവേഴ്സിറ്റിയുടെ ഇവിടെ ഉണ്ടെന്ന്.
ഇവിടെ ഒരു മൂവി ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുക. അവസാനം കട്ട് പറഞ്ഞതിന് ശേഷമാണ് നമ്മളെ കടത്തി വിട്ടത്. അങ്ങനെ നമ്മൾ അതുകൊണ്ട് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിതാ സ്പാനിഷ് സ്റ്റെപ്സിൻ്റെ അവിടെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുണ്ട് ഇവിടെ കാണുന്നതാണ് സ്പാനിഷ് സ്റ്റെപ്പ്. ഇതാണ് സ്പാനിഷ് സ്റ്റെപ്പ്. ഇത് കാണാൻ വേണ്ടി എല്ലാവരും വരുന്നത്. ഇതൊരു ബട്ടർഫ്ലൈയുടെ എഫക്റ്റിലുണ്ടായി. പക്ഷേ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ബട്ടർഫ്ലൈയുടെ എഫക്റ്റ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ ഐറ്റിനറിയിലുള്ള 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് മറ്റേ സ്റ്റെപ്സ്, പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ സ്ക്വയറുമായിരുന്നു ഒന്ന്, ഇവിടുത്തെ മെയിൻ സ്ക്വയർ, അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ട്രിവിയ ഫൗണ്ടെയിൻ എന്ന് പറഞ്ഞ ഫൗണ്ടെയിനിലേക്ക് പോവാം. അവിടെ പോയി നമ്മൾ പൈസ ടോസ് ചെയ്തിട്ട് അവിടെ ലക്ക് ഇതാക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെ പോവുകയാണ്. അത് ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനും കൂടിയാണ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കും എന്ന് പറയുന്നത് എടുക്കുന്നത്. ക്ലീനിങ്ങിന് വേണ്ടി മൺഡേ ഫ്രൈഡേയും, ഇന്ന് മൺഡേയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം ക്ലോസ് ആവുന്നത്. പക്ഷേ വൈകുന്നേരം ഞങ്ങൾ എന്തെങ്കിലും പോകുന്നുണ്ട്. അത് കാണുന്ന പെമ്പിളോടൊക്കെ ഹായ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. നീ അവർ പോയി ഇങ്ങോട്ട് വാ. അവർ പോയി കാറ്റ് നോക്കണ്ട. ഞങ്ങൾ വരുന്നത് ഫുഡ് കാണാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു ചായയും ഒരു ക്രൊസാനും വാങ്ങാം. പക്ഷേ സ്റ്റാഷും കൂടെയുള്ള ക്രൊസാനാണ്. ഇത് ഞങ്ങൾ മിക്ഡോണൽസിലാണ് കയറിയത്. പക്ഷേ ഈ മിക്ഡോണൽസ് എന്ന് പറയുന്നത് ഈറ്റിംഗ് ചെയ്യുന്ന സ്ഥലം. ഇഷ്ടംപോലെ ഇറ്റലിയിലെ ലാർജസ്റ്റ് മാക്കാണ്. അപ്പം ഇവിടെ നമുക്ക് ഡൈനിങ് ചെയ്ത് ഇരുന്ന് കഴിക്കുന്ന രീതിയിലുള്ള ഫുഡൊക്കെ ഉണ്ട്. ഇതാണ് റോമിലെ മിക്ഡോണൽസിൻ്റെ ഫുഡ്. അങ്ങനെ റോമിൻ്റെ തെരുവിൽ കൂടെ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. ഇപ്പോൾ തണൽ വന്നു, ഭാഗ്യം. ഇത്ര നല്ല വെയിലായിരുന്നു. ഇപ്പോൾ തണലിലോട്ട് കയറി. ഇനി അടുത്ത് നമ്മൾ ഒരു ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഫൗണ്ടെയിനിലോട്ട്. അത് കഴിഞ്ഞ് പാൻറ്റിയോൺ, അത് കഴിഞ്ഞ് കൊളോസത്തിൽ കയറുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി ടൂർ എടുത്തുകൊണ്ട് 4 മണിക്ക് ടൂറുള്ളൂ. അപ്പോൾ 3:30 നമുക്ക് ടൂറിൻ്റെ സ്ഥലത്ത് ചെല്ലണം. പിന്നെ അവിടെ നിന്ന് അവർ കൊണ്ടുപോയി ടൂറെല്ലാം കാണിക്കും, ഗൈഡ് വന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫൗണ്ടൈൻ്റെ അവിടെ വന്നപ്പോൾ ക്ലീനിങ് ആണ്, മൺഡേയും ഫ്രൈഡേയും ഇപ്പോൾ ക്ലീൻ ചെയ്യുക. അപ്പോൾ രാത്രി ആകുമ്പോൾ ചിലപ്പോൾ തുറക്കുമായിരിക്കും. രാത്രി നമ്മൾ വരുന്നുണ്ട് വേറൊരു ടൂറിന്. മലയാളി സംഘത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ക്ലീനിങ് കാണാൻ പറ്റി. ഇവിടെ നിന്നുകൊണ്ട് മൊത്തം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അവർ, വെള്ളമെല്ലാം പറ്റിച്ച് ഇതെല്ലാം ആയിട്ട്. പക്ഷേ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അടിപൊളിയാണ്, നല്ല സ്പെഷ്യൽ. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു ഇതറിയാൻ പറ്റത്തില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഗാംഭീര്യം അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ജില്ലു ദുബായ് ചോക്ലേറ്റ് വാങ്ങി. Not the ice cream, just the biscuit. Biscuit. You want to try? You want biscuit? Take it. It doesn't. Here you go. Thank you. ജില്ല ദുബായ് ചോക്ലേറ്റ് കണ്ട് ഉണ്ടോ? എനിക്ക് വേണമെന്ന് പോലും ചോദിച്ചില്ല. ദുബായ് ചോക്ലേറ്റ് കിട്ടിയിട്ട് അവൾ തന്നെ കഴിക്കുന്നുണ്ടോ? അവിടെ ചെന്ന് കടയിൽ കയറിയപ്പോൾ ഇത് മമ്മയ്ക്കാന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചിന് ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു. നിനക്ക് ബിസ്ക്കറ്റ് കിട്ടിയിടാ. ഏടിന് ചോക്ലേറ്റ് മധുരങ്ങളൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് അവന് ബിസ്ക്കറ്റ് അവൻ കഴിക്കുന്നുണ്ട് തന്നെ. ഇഷ്ടപ്പെട്ടോ നിനക്ക് ബിസ്ക്കറ്റ്?
അങ്ങനെ നമ്മുടെ പുറകിൽ കാണുന്നതാണ് പാന്തിയോൺ. ഇത് എല്ലാ ദൈവങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയൊരു ടെമ്പിളായിരുന്നു. ഇപ്പോൾ അത് ഒരു കാത്തലിക് ചർച്ചായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് 118-125 AD ഉണ്ടാക്കിയ ഒരു എന്താ പറയുക ടെമ്പിളാണ്. എല്ലാ ഡേറ്റീസിനും വേണ്ടി എല്ലാ ദൈവങ്ങൾക്കും വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. അതുതാ കുറേയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയ പോലെയൊക്കെ ഉണ്ട്. പക്ഷേ മിക്കവാറും എല്ലാം അതേപോലെ തന്നെ പഴയ പ്രൗഢിയിൽ തന്നെ നിൽപ്പുണ്ട്. ഇതിനകത്ത് കുറേ കുത്തും പാടും ഈ വെടിവെപ്പും പോലെയല്ല, ബോൾ വന്ന് വീണ പോലത്തെ ഉള്ള കുറേ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് മുമ്പിൽ കയറാൻ വേണ്ടി ഇഷ്ടം പോലെ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മുടെ ഐറ്റിനറിയിൽ ഉള്ളത് ഓൾമോസ്റ്റ് നമുക്കൊരു 10 ഡെസ്റ്റിനേഷനായിരുന്നു ഇന്നുള്ളത്. അതിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി 2 കൂടി ഉണ്ട്. അത് 2 കുറച്ച് ദൂരെ ഉള്ളതാണ്. പിന്നെ അവിടെ പോകണം. പിന്നെ ബാക്കി ഉള്ള കൊളോസിയം കാണാനാണ്. അതിൻ്റെ ടിക്കറ്റ് ഓൾറെഡി എടുത്ത് നമ്മൾക്ക് ഒരു ഇതുണ്ട്, ടൂറുണ്ട്. ആ ടൂറിന് നമ്മൾ പോകും. അങ്ങനെ ഞങ്ങൾ ഫുഡ് അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്, പക്ഷേ അവിടെ നല്ല തിരക്കാണ്. കയറിയിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഒന്ന് ചെറിയ സ്ഥലത്തേക്കും വാങ്ങി പോകാമെന്ന് വെച്ചാൽ ഈ സമയം കുറേ പോകും. അങ്ങനെ 2ാമത്തെ ഒബ്ലസ്ക് കണ്ടുപിടിച്ചു. ഇതാണ് 2ാമത്തെ ഒബ്ലസ്ക്. അങ്ങനെ ഞാൻ പറഞ്ഞത് 2 ഒബ്ലസ്ക് ഉണ്ടെന്ന്. ഈജിപ്ഷ്യൻ്റെ ഇത് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ 2ാമത്തേതാണ് നമ്മൾ ഇത് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഒരു ഇവിടുത്തെ ഒരു സ്ക്വയറിലായിരുന്നു ഉള്ളത്. സ്ക്വയറിൽ നമ്മൾ കണ്ടുപിടിച്ചു. പോയിക്കൊണ്ടിരുന്നപ്പോൾ റൈറ്റ് സൈഡിലൊരു ബിൽഡിംഗ് കണ്ടപ്പോൾ കൊളോസിയം പോലെ തോന്നി. പക്ഷേ അത് കൊളോസിയം അല്ല. ഞാൻ ഇത്രയും വൃത്തിയായിട്ട് സാധനമായിരുന്നു കൊളോസിയം എന്ന് ചോദിച്ചാൽ. ആകെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ് വേറൊരു രീതിയിലുള്ളൊരു സൈസ് ബിൽഡിങ് പോലെ. പക്ഷേ കൊളോസിയത്തിന് യൂഷ്വലി കുറച്ചുകൂടി ഭംഗി പോലെ തോന്നിയായിരുന്നു. അപ്പം ഇത് കണ്ടൊരു കൊളോസിയം അല്ല. ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ കുറച്ചുകൂടി അപ്പുറത്താണ് കൊളോസിയം വരുന്നത്. പോകുന്ന വഴിക്ക് ഒരു ടെമ്പിൾ ഓഫ് പ്രോട്ടോൺസ് എന്നൊരു സംഭവം കണ്ടു. അതൊരു പഴയ ഒരു ഏൻഷ്യൻ ടെമ്പിളാണ്. അപ്പോൾ ആ ടെമ്പിൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നുമില്ല. അവിടെ ആൾക്കാർ കാണാനൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കാണാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പുല്ല് പിടിച്ച് കിടക്കുക, ഉള്ളോട്ട് കയറുന്ന വഴിയൊക്കെ. അപ്പോൾ ഇത് ഏറ്റവും പണ്ടത്തെ പള്ളിയാണ്, ടെമ്പിളാണെന്നാണ് പറഞ്ഞത്. അപ്പം അതാണ് ഈ കാണുന്ന ടെമ്പിൾ. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാച്ചു ഉണ്ട്. സോ ബേസിക്കലി സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആളെ കൊണ്ടുപോയിട്ട്, പ്രിസണറിനെ കൊണ്ടുപോയിട്ട് കൈ അതിൻ്റെ വായിലേക്ക് ഇടിപ്പിക്കും. അപ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൈ വെട്ടിപ്പോകുമെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കൈ വെട്ടിപ്പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പുറകിൽ ഒരാൾ നിൽപ്പുണ്ട്, അയാൾ കൈ വെട്ടുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് പുരാവസ്തുവായിട്ടുള്ളത് ഇവിടെ പ്രതിഷ്ഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് നമ്മൾ ഇപ്പോൾ വന്നിട്ട്. പഴയൊരു ബസിലിക്കയായിരുന്നു, പണ്ട് കാലത്തെ ബസിലിക്ക. അത് അതേപോലെ തന്നെ നിർത്തിയത് അണ്ടർഗ്രൗണ്ടിലാണ്. അതിൻ്റെ മുകളിലാണ് പുതിയ പള്ളി പണിഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കൊളോസിയത്തിൻ്റെ അടുത്തെത്തി. എൻ്റെ ഇവിടെ കാണുന്നതാണ് ഈ കൊളോസിയം. അപ്പോൾ നമ്മുടെ ടൂറ് 4 മണിക്കാണ്. നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ 3:25 ആയി. അപ്പോൾ അരമണിക്കൂർ മുമ്പ് അവിടെ എത്തണമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഒരു 2 മിനിറ്റ് കൂടി നടന്നു കഴിഞ്ഞാൽ മീറ്റിംഗ് പോയിൻ്റ് എത്തും. എന്നിട്ട് നമുക്ക് എനിക്കൊന്ന് 10-20-30 പേരുണ്ടെന്ന്, ഗ്രൂപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഗ്രൂപ്പിൻ്റെ ഒപ്പം കിട്ടിയ അതായിരുന്നു ലാസ്റ്റ് ടിക്കറ്റ്. പണ്ടത്തെ കൊളോസിയം അങ്ങനെ കാണാൻ പറ്റി. രസമുണ്ട്.
ഒരു മൺകൂട്ടത്തിൽ നിൽക്കുന്ന പോലെ ഒരു എന്താ പറയുക, പണ്ട് കാലത്ത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ നമ്മൾ സിനിമയിലെ കണ്ട ആ കൊളോസിയം, ഗ്ലാഡിയേറ്ററിലും എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റ് എല്ലാം കിട്ടി. ഞങ്ങളവിടെ പോയി ചെക്ക് ഇൻ ചെയ്തു. അവർ നല്ല ആൾക്കാരായിരുന്നു. നമ്മൾ AI ടൂറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ AIയുടെ ഒരു ആൾ വന്ന് നമുക്കിങ്ങനെ പറഞ്ഞു തരും, ഇവിടെ പോകണം, ഇങ്ങനെ പോകണം എന്നുള്ള ആപ്പുണ്ട്. ഞാൻ ആപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. പിന്നെ അങ്ങനെ ഞങ്ങൾ കൊളോസിയത്തിലൊക്കെ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഉള്ളിൽ കയറി. പക്ഷേ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ ID പ്രൂഫ് കാണിക്കണം. ഒന്നെങ്കിൽ നിങ്ങളുടെ ID എന്തെങ്കിലും കാണിക്കണം, നിങ്ങളുടെ പേര് തന്നെയാണോ എന്ന്. അപ്പോൾ മലയാളികൾക്ക് 2-3 പേരുണ്ട്. അപ്പോൾ അതുള്ളവർ ശ്രദ്ധിക്കുക. 2-3 പേരുള്ളവർ കറക്റ്റ് നെയിം ID എന്താണോ അതാണ് ഇവിടെ വന്ന് എഴുതി കൊടുക്കേണ്ടത്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്നിട്ട് അതിവിടെ കാണിക്കുകയും വേണം. അങ്ങനെ സെക്യൂരിറ്റി ചെക്കപ്പും കഴിഞ്ഞ് ഞങ്ങൾ കൊളോസിയത്തിൻ്റെ ഉള്ളിൽ കയറി. ഇനി കൊളോസിയത്തിൻ്റെ ഉള്ളിൽ ഡിസ്കവർ ചെയ്യാണ്. പണ്ട് കാലത്തെ ഗ്ലാഡിയേറ്റേഴ്സും എല്ലാം നടന്ന സ്ഥലത്ത് കൂടി നമ്മൾ നടക്കുന്നത്. കൊളോസിയം പഴയതാണെങ്കിലും എല്ലാവർക്കും കയറാൻ വേണ്ടി ലിഫ്റ്റ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ കൊളോസിയത്തിൻ്റെ ഉള്ളിൽ കയറി. സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നമുക്കെല്ലാം കാണാം. താഴെ ഉള്ള സംഭവങ്ങളൊക്കെ, അവിടെ ഡൺജൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ കൊളോസിയം എല്ലാം കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ മുകളിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനി താഴെയായിരുന്നു എല്ലാ പരിപാടിയും നടന്നുകൊണ്ടിരുന്നത്. അപ്പം ഡഞ്ചൻ ടൂർ ഞങ്ങൾ എടുക്കുന്നില്ല, കാരണം അത് പിന്നെ സമയം പോകും. പക്ഷെ നമുക്ക് വേറെ ടൂർ ഇപ്പോൾ ഇനി 1 മണിക്കൂർ കൊണ്ട് വരും. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങാൻ പോവാം. അപ്പോഴത്തെ ഓൾമോസ്റ്റ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞു. കുറച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ. പിന്നെ ഇനി നമുക്ക് ഇറങ്ങാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു സംഭവം ഇനി അടുത്ത് വരുന്നുണ്ട് 6:30-ക്ക്. നമുക്ക് അതിനകത്തേക്ക് പോവാം. നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലായിരുന്നു നിന്ന്. ഇപ്പം മുകളിൽ നിന്ന് നേരെ താഴോട്ട് വന്ന് ഇതിൻ്റെ അടുത്ത് നമുക്ക് ഇരുന്ന് കാണാം. ഇപ്പം താഴെ കുറേ പൊട്ടിപ്പൊളിഞ്ഞ അവശിഷ്ടവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെ ഉള്ളത്. അങ്ങനെ കൊളോസിയത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇതിൻ്റെ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം അറിയുന്നത്, എത്ര വലുതാണെന്നുള്ളത്. ഇത് ഭയങ്കര നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെ ഇത്ര ഇത് ഉണ്ടാക്കിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതും കൊത്തുപണികളും കാര്യങ്ങളും ഡിസൈൻസും എല്ലാം ആയിട്ട് അവരുണ്ടാക്കിയത്. അവർ ആർട്ടിസൻസ് തന്നെയായിരുന്നു, പക്ഷേ സ്റ്റിൽ അത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ടൂർ ഗൈഡ് വന്നു. ആ ടൂർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ അടുത്ത് ഇങ്ങനെ മാറി നിന്ന് ആദ്യം കഥയൊക്കെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, ഇതാണ് ഗൈഡ്. അപ്പോൾ ഞങ്ങൾ സ്റ്റിൽ ടൂറിലാണ്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ടൂറിൽ.
ഇത് ഓരോന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെയാണ് അവർ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് റോമൻസ്. Flashes on. Gold. 1, 2, 3. Action. Nice, nice, nice. അത് പറയുന്നത്ര എളുപ്പമല്ല വെള്ളം കുടിക്കാൻ. കുറച്ചും കൂടി നല്ല ഹൈറ്റുള്ള ആൾക്കാർക്കാണ് ഈ പറ്റുക. അന്നത്തെ ആൾക്കാർക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് പറ്റും. ഒരു 6 അടി 7 അടി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വായിലോട്ട് വെള്ളം വരും. അല്ലെങ്കിൽ കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അങ്ങോട്ട് താഴ്ന്നു കിടന്ന്. So the story of the lady went on for 8 years. In the year 1956. രാവിലെ വന്നപ്പോൾ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ അത് വർക്കാവാൻ തുടങ്ങി ഫൗണ്ടൻ. ഇതാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ താമസിക്കുന്ന സ്ഥലം. നമ്മളിന്ന് രാവിലെ വന്ന സ്ഥലത്ത് കൂടെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. പക്ഷേ ഈ സമയത്ത് ഗൈഡ് ഉണ്ടെന്നുണ്ട്, ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെയും ഇവിടെ തന്നെ തിരിച്ചു വന്നിരിക്കുന്ന ടെമ്പിളിൽ കാണാൻ വേണ്ടി ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പറഞ്ഞു തരും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഞാൻ രാവിലെ കാണിച്ചത്. So you prepare this pizza on basil green. I am fearing you. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയ ലെമൺ ഇൻ ലെമൺ ഐസ്ക്രീം. ഇതാണ് എല്ലാവരും വന്ന് കഴിക്കുന്നത്. അപ്പോൾ അത് ജില്ലുവിന് വാങ്ങിച്ചു കൊടുത്തു. ഞാനൊരു ലെമണേഡും വാങ്ങിച്ചു.